Okay. Hello, good afternoon. Myself Fatima Sana, currently doing BSc Honors Chemistry second year in Jamia Millia Islamia. അപ്പം ഞാൻ ഇന്നിവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് UG-യിലുള്ള സയൻസ് കോഴ്സസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് കഴിഞ്ഞ വർഷം വരെ മെജോറിറ്റി ഓഫ് ദ സയൻസ് കോഴ്സസ് CUT ത്രൂ ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം മുതൽ അതിലുള്ള കുറെ കോഴ്സ് ജാമ്യന്റെ തന്നെ എൻട്രൻസിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പം ഞാൻ ഏതൊക്കെയാണ് കോഴ്സ് എന്നുള്ളത് പറയാം. ഇവിടെ ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാക്കൽറ്റി ഓഫ് സയൻസ് ഉണ്ട്. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് ഞാൻ പറയാം. BSc ജനറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അത് CUT ത്രൂ ആണ് ഇപ്രാവശ്യം മുതൽ നടത്താൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരെ ജാമ്യന്റെ തന്നെ എൻട്രൻസ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ട് അതിനെ. അപ്പൊ ഇതിൽ എന്ന് പറയുകയാണെങ്കിൽ CUT-ന്റെ ജനറൽ പേപ്പർ ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ CUT കൊടുത്തിട്ടുള്ളത് BSc ഹോണേഴ്സ് അപ്ലൈഡ് മാത്സ് ആണ്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2 ഉള്ള മാത്സിന്റെ സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്രാവശ്യം മുതൽ ജാമ്യന്റെ എൻട്രൻസ് ത്രൂ നടത്താൻ പോകുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc ഹോണേഴ്സ് കെമിസ്ട്രി ഉണ്ട്, പിന്നെ BSc ഹോണേഴ്സ് ഫിസിക്സ് ഉണ്ട്, പിന്നെ BSc ബയോസയൻസ് ഉണ്ട്, BSc ബയോടെക്നോളജി ഉണ്ട്. പിന്നെ ഈ ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസിൽ വരുന്ന BA BSc ഹോണേഴ്സ് ജോഗ്രഫി ഉണ്ട്. അതെന്ന് പറഞ്ഞാല് സോഷ്യോളജി, സൈക്കോളജി, ജോഗ്രഫി ഇതിനുള്ള ഒരു പേപ്പർ ഉണ്ട്. അതിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് അനുസരിച്ചിട്ടും കട്ട് ഓഫ് അനുസരിച്ചിട്ടുമാണ് ഇതിൽ നമുക്ക് ജോഗ്രഫിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ ഈ ബയോസയൻസ് ഇവിടുത്തെ ജാമ്യന്റെ എൻട്രൻസ് ത്രൂ ആണ് നടത്തുന്നത്. ബയോടെക്നോളജി കഴിഞ്ഞ പ്രാവശ്യം CUT ആയിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അവര് ജാമ്യന്റെ തന്നെ എൻട്രൻസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്സ്, പിന്നെ ബയോടെക്നോളജി ഇതിനെല്ലാം മൾട്ടി സെന്റർ ഓപ്ഷൻ ഉണ്ട്. അതായത് കാലിക്കറ്റിൽ, കേരളത്തിലുള്ളവർക്കാണെങ്കിൽ കാലിക്കറ്റിൽ എക്സാം സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ കാലിക്കറ്റ് എക്സാം സെന്റർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BSc ഹോണേഴ്സ് കെമിസ്ട്രി ചൂസ് ചെയ്ത ഒരാള് കാലിക്കറ്റ് എക്സാം സെന്റർ കൊടുക്കുമ്പം അവിടെ ഒരു 49 അല്ലെങ്കിൽ 50 സ്റ്റുഡൻസ് കാലിക്കറ്റിൽ എക്സാം എഴുതാനുണ്ടെങ്കിൽ മാത്രമേ അതൊരു സെന്റർ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജാമ്യയിൽ വന്നിട്ട് തന്നെ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ എൻട്രൻസിന്റെ സിലബസ് ആണ്. എൻട്രൻസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ CUT ആയിരുന്ന സമയത്ത് +1 സിലബസ് ആണ് എക്സാമിന് അവർ ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ കുറെ കോഴ്സസ് ജാമ്യയിൽ കൊടുത്തതുകൊണ്ട് തന്നെ കെമിസ്ട്രിന്റെ മാത്രമേ ഇപ്പൊ സിലബസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അത് നോക്കുമ്പം +1 +2 കെമിസ്ട്രിന്റെ എല്ലാ ചാപ്റ്റേഴ്സ് അതിൽ കാണുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഫീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീ ഒരു ഫോമിന് 700 ആണ് വരുന്നത്. അപ്പൊ അത് BSc കെമിസ്ട്രിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഫിസിക്സിനും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ 2 ഫോം ഫിൽ ചെയ്തിട്ട് 1400 വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലാണ്ട് ഈ 700 കൊടുത്തിട്ട് അതിൽ 2 കോഴ്സ് 3 കോഴ്സ് അങ്ങനെ ലിമിറ്റ് ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഒരു ഫോമിൽ ഒരു കോഴ്സ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫാക്കൽറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഫാക്കൽറ്റിയും ഒരു ഓക്കെ ഫാക്കൽറ്റിയാണ്. അത്ര അടിപൊളി എന്നുള്ളതല്ല, സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു സാധനത്തിലാണ് വരുന്നത്. നമുക്കിപ്പം +2 കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റത്തിലാണ് നമ്മൾ വരിക. അപ്പം അതാരും എക്സ്പെക്ട് ചെയ്യരുത്. കോളേജ് എന്നുള്ളൊരു സാധനം നമ്മൾ ലൈബ്രറിയിൽ പോയി ബുക്ക് യൂസ് ചെയ്യുക, ഇരുന്നിട്ട് പഠിക്കുക, സെൽഫ് സ്റ്റഡി തന്നെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യം പുതുതായിട്ട് BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഒരു കോഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിലെന്ന് പറയുകയാണെങ്കിൽ 10 സീറ്റ് സെൽഫ് ഫിനാൻസിനുള്ളതാണ്. 10 സീറ്റ് അവർ കൊടുക്കുന്നത്, ബാക്കി പിന്നെ മെറിറ്റിനുള്ളതാണ്. അത് പുതിയൊരു കോഴ്സാണ്, പ്രാവശ്യം വന്നൊരു കോഴ്സാണ്. പിന്നെ ഇതിൽ സീറ്റ് അലോക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ജനറൽ ഉണ്ട്, പിന്നെ OBC മുസ്ലിം വരും, മുസ്ലിം OBC വരും, മുസ്ലിം വുമണ് വരും, SC ST. അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടാണ് കട്ട് ഓഫിന് മാറ്റം ഉണ്ടാവുക. ചില ഡിപ്പാർട്ട്മെന്റിൽ മുസ്ലിം വുമണിനായിരിക്കും ഇതിനെക്കാട്ടിലും കുറവുണ്ടായിരിക്കുക. ചിലതിൽ മുസ്ലിം OBCക്ക് ആയിരിക്കും കുറവുണ്ടാവുക. അപ്പൊ അതിങ്ങനെ ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയറിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ PYQ, ഇതിന്റെ എൻട്രൻസിന്റെ സിലബസ് അങ്ങനെ അല്ലാതുള്ളതും ജാമ്യന്റെ തന്നെ പുതിയൊരു സൈറ്റ് വന്നിട്ടുണ്ട്, admission.jmi.ac.in എന്ന് പറയണ. അതിൽ നമ്മൾ കറക്റ്റ് പേപ്പർ കോഡും സബ്ജക്റ്റും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് PYQ ആണെന്നുണ്ടെങ്കിലും സിലബസ് ആണെന്നുണ്ടെങ്കിലും കിട്ടുന്നതാണ്. അപ്പം
ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.